ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ തിരുമുമ്പാകെ ദൈവത്തിന്റെ വചനമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കി എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: സോജന ന്യായപാലനം ചെയ്യും. ഞാൻ വഴിയിൽ ഒരു പാമ്പും പാതിയിൽ ഒരു സർപ്പവുമാകും. അവൻ കുതിരയുടെ കുതികൾ കഴിഞ്ഞ് പുറത്ത് കയറി. അതിന്റെ 17-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം ഞാൻ വഴിയിൽ ഒരു പാമ്പും പാതിയിൽ ഒരു സർപ്പവുമാകും. ഞാനിനെ കുറിച്ച് ഇവിടെ യാക്കോബ് തന്റെ പുത്രന്മാർ, അതായത് യാക്കോബ് മരണ സമയത്ത് യാക്കോബ് തന്നെ 12 പുത്രന്മാരെ വിളിച്ചിട്ട് അവരെ അനുഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ യാക്കോബ് ഓരോ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഞാനിനോട് പറയുകയാണ്, നീ എന്താണ് വഴിയിൽ ഒരു പാമ്പും പാതിയിൽ ഒരു സർപ്പവുമാണെന്ന് പറയുക. വഴിയിൽ ഒരു പാമ്പെന്ന് പറഞ്ഞാൽ പതിയിരിക്കും, പാതയിൽ നിന്ന് പിന്തുടർച്ച, വിഷം നിറഞ്ഞ ഒരു പിന്തുടർച്ച, പതിയിരിക്കുന്ന ഒരു പാമ്പിനെ ആണ് അല്ലെങ്കിൽ ഇവിടെ യാക്കോബ് ആത്മാവിൽ ധ്യാനിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഇസ്രായേൽ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത്, അതായത് യോസേഫിനെ അറിയാത്ത രാജാവ് ഇസ്രായേലിൽ വരികയും അവിടെ ഇസ്രായേൽ ജനം കഠിനമായി പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ധ്യാനം ആ കൂട്ടത്തിൽ ഉണ്ടായതാണ് നമ്മൾ കാണുന്നത്. 1 ദിനവൃത്താന്ത പുസ്തകത്തിലും ധ്യാനിനെ കുറിച്ച് യുദ്ധസന്നദ്ധരായവരെ കുറിച്ച് പറയുന്നു. പുറപ്പാടിന്റെ സമയത്ത് ഏറ്റവും വലിയ ഏറ്റവും വലിയ ജനസംഖ്യയിലുള്ള ഒരു ഗോത്രങ്ങളിൽ 2-ാമത്തെ സ്ഥാനമായിരുന്നു ധ്യാനിലുള്ളത്. സ്തോത്രം. എന്നാല് വെളിപ്പാട് പുസ്തകത്തിൽ നാം വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ധ്യാനിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മഹോദ്രവ കാലത്ത് മുദ്രയിട്ടവരെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം നാം നോക്കുമ്പോൾ മഹോദ്രവ കാലത്ത്, അതായത് ക്രിസ്തുവിന്റെ കാലത്ത്, മഹാപീഠകാലം രക്ഷയ്ക്കായി മുദ്രയിട്ടപ്പെട്ട ഗോത്രങ്ങളുടെ പട്ടികയിൽ നിന്ന് ധ്യാനം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ക്രിസ്തു ധ്യാൻ ഗോത്രം എന്ന് വരുമെന്ന സൂചന ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞ ആദ്യത്തെ ഗോത്രമായതിനാലാണ് ഈ ഒഴിവാക്കലെന്ന് പറയപ്പെടുന്നത്. വിഗ്രഹാരാധനയിൽ തിരിഞ്ഞ ആദ്യത്തെ ഗോത്രമാരാണ് ധ്യാന. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലുണ്ട്. ധ്യാന കൊത്തുപടിയായ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു. ദൈവത്തിന്റെ ആലയം ഷീലോവിലായിരുന്ന കാലത്തൊക്കെ മേഘാവതരിപ്പിച്ച വിഗ്രഹം അവര് പൂജിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ധ്യാൻ ഗോത്രത്തെ കുറിച്ച് എഴുതാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെന്ത് ചെയ്ത് വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു. പിതാവ് ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് പിതാവ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച ആ പിതാവിന്റെ തലമുറ ദൈവത്തെ യഹോവയെ മറന്നിട്ട് എന്ത് ചെയ്തു? അന്യ ദൈവങ്ങളുടെ അരികിലേക്ക് കടന്നുപോയി. അന്യ ദൈവങ്ങളെ സേവിക്കുന്നവരുടെ വേദനകൾ വർദ്ധിക്കുമെന്ന് പറയുന്നു. വേദനകൾ വർദ്ധിക്കും. അതാണ് മഹോദര കാലത്ത് അല്ലെങ്കിൽ ഇവരുടെ പേര് ധ്യാൻ ഗോത്ര പേര് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി ചേർന്നിട്ടുണ്ട്. എന്നാൽ ചേർക്കാത്ത ഉൽപ്പത്തി പുസ്തകത്തിൽ ഇല്ലാത്തൊരു ഗോത്രമാണ് യോസേഫിന്റെ ഗോത്രത്തെ കുറിച്ച്. പക്ഷെ യോസേഫിന്റെ ഗോത്രത്തെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി ചേർന്നു. എന്നാൽ ചില ആൾക്കാര് ഈ ധ്യാൻ ഗോത്രത്തിന്റെ വിഗ്രഹാരാധന മാത്രമല്ല ഇവർക്ക് ഒരു പൊന്നുകൊണ്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കി അത് ആരാധന കേന്ദ്രമാക്കി മാറ്റി. 1 രാജാക്കന്മാര് 12-ാം അധ്യായത്തിൽ കിടപ്പുള്ളത്. ഫിനിഷ്യരും മറ്റു ജാതികളുമായുള്ള മിശ്ര വിവാഹങ്ങളും
ധാന്യരുടെ വിഗ്രഹാരാധന പ്രബലതയെ വർദ്ധിപ്പിച്ചു. ദൈവത്തിന് ഇഷ്ടമല്ല സ്വന്തം ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ആ ജനം അന്യജാതിക്കാരിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. എന്നാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ് എന്ത് ചെയ്ത് യാക്കോബിന്റെ സംഗതി